എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ അധികം ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്നത്തെ ദിവസം മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്, നടിയെ ആക്രമിച്ച കേസിനെ കുറിച്ചിട്ടാണ്. പക്ഷേ ഈ ഒരു വീഡിയോയുടെ തലക്കെട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് പോവരുത്. മുഴുവനായും ക്ഷമയോടുകൂടി കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആരും സ്കിപ്പടിച്ച് കളയുകയും ചെയ്യരുത്. മാക്സിമം ലെന്ത് കുറച്ച് മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാളും നമ്മൾ ഈ പറയുന്ന നടിയെ ആക്രമിച്ച കേസിൽ ആ ഒരു കൊട്ടേഷൻ കൊടുത്ത ആള് ദിലീപാണ് എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ. ആ കൊട്ടേഷൻ കൊടുത്തത് ഒരു മാഡമായിരുന്നു എന്ന് പൾസർ സുനി പറഞ്ഞതായിട്ട് ഈ പറയുന്ന അതിജീവിത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാഡം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മരണപ്പെട്ടു പോയ സംവിധായകൻ ബാലചന്ദ്രകുമാർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു മാഡം കാവ്യ മാധവനാണ് എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേക്കുറിച്ചിട്ടൊന്നും നമുക്കാർക്കും അറിയില്ല. നമുക്ക് ഇപ്പോൾ നമ്മളെല്ലാവരും വിരൽ ചൂണ്ടുന്നത് എന്ന് വെച്ചാൽ ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ ആ ഒരു ദിലീപിൻ്റെ നേർക്ക് തന്നെയാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ദിലീപ് അല്ല കൊട്ടേഷൻ കൊടുത്തതെങ്കിൽ മറ്റാരാണ് എന്ന് തെളിയിക്കാനായിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആർക്കും സാധിക്കാഞ്ഞത് കൊണ്ട് തന്നെയാണ് അവസാന നിമിഷം ഈ ഒരു കേസിന് വിധി പറയുന്ന സമയത്ത് പോലും അത് ആരാണെന്ന് നമുക്ക് അറിയില്ല. നമുക്കത് അറിയാനായിട്ട് സാധിക്കുന്നുമില്ല. അതേക്കുറിച്ച് വിധി പറയേണ്ട ജഡ്ജ് അതേക്കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വാലും തലയും ഇല്ലാത്ത പോലെയാണ് ഈ ഒരു കേസ് പോയതെന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തെ തുടർന്നിട്ട് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ വന്ന ഒരു വീഡിയോയുടെ ആ ഒരു സംഭവം ഞാൻ കണ്ടു. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ചാൽ ശരിക്കും വല്ലാത്ത വിഷമം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആണല്ലോ ഓരോരുത്തരും ഓരോന്ന് പടച്ചിറക്കി വിടുന്നത് എന്ന് കേട്ടപ്പോഴത്തേക്ക് അത് എന്താണ് കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ സാജിൻ സക്കറിയയ്ക്ക് ആരോ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു വീഡിയോ ക്ലിപ്പിൽ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന അതിജീവിതയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും അതിജീവിതയും മറ്റൊരു സംവിധായകനും അഭിനേതാവുമായിട്ടുള്ള ലാലും പിന്നെ ആരൊക്കെയോ കൂടി ചേർന്നിട്ട് മെടഞ്ഞെടുത്ത വെറും ഒരു നാടകമായിരുന്നു ഈ ഒരു നടിയെ ആക്രമിച്ച കേസ് എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ശരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് കിളി മാറിപ്പോയി. ഇത് വല്ലാത്തൊരു കണ്ടുപിടുത്തമായിപ്പോയി കേട്ടോ. ആരാണെങ്കിലും ഈ ഒരു കഥ മെനഞ്ഞെടുത്ത ആളിൻ്റെ ബ്രെയിനാണെങ്കിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും ഉപ്പിലിട്ട് വെക്കണമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ശരിക്കും കഷ്ടം തോന്നി ഇത് കേട്ടപ്പോഴത്തേക്ക്. ആ കുട്ടി ഇത്രയും വർഷമായിട്ട് കോടതിയിൽ കയറി അഡ്വക്കേറ്റുമാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പലവട്ടവും പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് തൻ്റെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ പറയുന്നൊരു വീഡിയോ വന്നിട്ടുള്ളത്. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ വെക്കാം. അതിനുശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഡ്രൈവർ പറയുന്നത് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ലാൽ അടങ്ങിയ ഒരു സംഘമാണ് ദിലീപിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്കും ഇതിൽ പങ്കുണ്ടെന്നാണ്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഇവർ ബോധപൂർവ്വം ഒരു സീൻ ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അതിന് ഉപോദ്ബലകമായി പറയുന്നത് അന്ന് ഈ ഡ്രൈവർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എവിടെയെന്ന് ആർക്കും അറിയില്ല, അത് ബോധപൂർവ്വം മുക്കിയെന്നാണ്. ഡ്രൈവറുടെ മൊബൈൽ ഫോണിൽ ഈ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട പലരോടും സംഭാഷണമുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല കോടതിയിലെത്തിയ ഒരു സംഭവം ഇതിന് ഉപോദ്ബലകമായി ചൂണ്ടിക്കാട്ടുന്നു. മെമ്മറി കാർഡാണ് കോടതിയിലെത്തിയത്. ആ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഏതാണെന്ന് ഇതുവരെ പോലീസ് കണ്ടെത്തിയിരുന്നില്ല. അതൊക്കെ സൂചിപ്പിക്കുന്നത് ഇതൊരു കൃത്യമായ കൊട്ടേഷന്റെ ഭാഗമാണെന്നാണ് ദിലീപിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പറയുന്നത്. ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടില്ല എന്ന് ആശങ്കപ്പെടുന്നവരും എന്നാൽ ദിലീപിന് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമായ ഒരു കൂട്ടരുണ്ട്. അവർ പറയുന്നത് കൊട്ടേഷൻ കൊടുത്തത് കാവ്യ മാധവനാണ്. കാവ്യ മാധവനായിരുന്നു കലിപ്പുണ്ടായിരുന്നത്. ഈ വിവരമെല്ലാം ഒറ്റിക്കൊടുത്തതുകൊണ്ട് കാവ്യ മാധവനെ പ്രതിയാക്കാൻ പോലീസ് മടി കാണിച്ചതാണ് കേസ് പൊളിഞ്ഞു പോകാൻ കാരണമെന്നാണ്. എന്നാൽ കാവ്യ മാധവൻ എന്തിന് കൊട്ടേഷൻ കൊടുക്കണമെന്ന ചോദ്യം ബാക്കിയാവുന്നു. മഞ്ജു വാര്യരുമായി ബന്ധം വിച്ഛേദിച്ചതോടെ കാവ്യ മാധവന് ദിലീപിന്റെ ഭാര്യയാവാൻ കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തിന് കൊട്ടേഷൻ കൊടുക്കണം? മൂന്നാമത്തേത് കൊട്ടേഷൻ കൊടുത്തത് ദിലീപ് തന്നെയാണ്. എന്നാൽ കൊട്ടേഷൻ കൊടുത്ത കാരണം ബന്ധം തകർന്നതാണ് എന്ന് പറയുന്നത് തെറ്റിപ്പോയി. പോലീസ് സംഘത്തിന് അത് പദ്ധതിയിടുന്നതിൽ വീഴ്ച പറ്റി. മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ അടുപ്പമായിരുന്നപ്പോൾ ദിലീപിന്റെ പല റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളും പലരുടെയും പേരിലായിരുന്നു. ഈ അതിജീവിതയുടെ പേരിലും ദിലീപിന്റെ റിയൽ എസ്റ്റേറ്റ് ഭൂമി ഇടപാടുകൾ നടത്തിയിരുന്നത്രേ. അതിജീവിത ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ദിലീപിന് കൊടുക്കാൻ വിസമ്മതിച്ചതും അത് മഞ്ജുവിന് അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞതും അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവളെ ഒന്ന് വരട്ടെ എന്ന് പറഞ്ഞ് പൾസർ സുനിയെ ചുമതലപ്പെടുത്തിയെന്നും പൾസർ സുനി അവിടെ ചെന്നപ്പോൾ ക്രിമിനൽ സ്വഭാവം ഉള്ളതുകൊണ്ട് വിരട്ടലിന് പകരം ബലാത്സംഗം ചെയ്തു എന്നുമാണ് മൂന്നാമത്തെ തിയറിക്കാർ പറയുന്നത്. ഇതിൽ ഏതെങ്കിലും വാസ്തവമുണ്ടോ അതോ മറ്റെന്തെങ്കിലുമാണോ കാരണം, അതോ അങ്ങനെ ഒരു ഗൂഢാലോചന ഇല്ലയോ എന്നൊന്നും ആർക്കും നിശ്ചയമില്ല. കോടതി വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ മാത്രമേ ഇതേക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടൂ. വളരെ വിചിത്രമായ കേസാണ്. ഈ കേസിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഉപകേസുകൾ പലയിടങ്ങളിലുമുണ്ട്. ഏറ്റവും നിർണായകമായ ചോദ്യം പൾസർ സുനിയെ സ്പോൺസർ ചെയ്യുന്നത് ആരെ എന്നതാണ്. പൾസർ സുനി പലതവണ ജാമ്യ ഹർജികൾ കൊടുത്തു.
ഹൈക്കോടതിയിൽ തന്നെ 8-10 തവണ എത്തി. അതിൽ ഒരു കേസ് ആദ്യ കേസ് കൊടുത്ത് 3-ാം ദിവസമാണ് ഹൈക്കോടതി അതിന് 25,000 രൂപ പിഴയിട്ടിരുന്നു. സുപ്രീം കോടതിയിൽ 2 തവണ അപ്പീലുമായി പോയി. സുപ്രീം കോടതിയിൽ നിന്നാണ് പൾസർ സുനി ജാമ്യം നേടുന്നത്. പൾസർ സുനിയെ സ്പോൺസർ ചെയ്യുന്നത് ആരാണ്? ഇത്രയധികം കേസ് നടത്താൻ പൾസർ സുനിക്ക് പണമുണ്ടായത് എവിടെ നിന്നാണ്? ഇത്തരം ചോദ്യങ്ങളൊക്കെ പ്രസക്തമാണ്. ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി കിട്ടുമ്പോൾ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹത എന്താണല്ലേ. ശരിക്കും ഇതിനാണ് പണ്ടുള്ളവർ പറയുന്നത്, ആടിനെ പട്ടിയാക്കുന്നു, പട്ടിയെ പേപ്പട്ടിയാക്കുന്നു, പിന്നീട് എല്ലാവരും കൂടി ചേർന്ന് അതിനെ തല്ലിക്കൊല്ലുന്നു എന്ന് പറയുന്നത് ഇതാണ്. ഇതല്ലാതെ മറ്റെന്താണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുക? ശരിക്കും ആ ഒരു കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് കൂടി പറയുമ്പോൾ, ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു അപമാനം സംഭവിക്കാതിരുന്നിട്ട് ആ ഒരു വ്യക്തി കേസ് കൊടുത്ത് ഇങ്ങനെയൊക്കെ ആയി സ്വയം നാറാനായിട്ട് ഇറങ്ങി തിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുക? അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ അന്ന് തന്നെ അതിജീവിതയ്ക്ക് ഒപ്പം നിൽക്കുന്ന ആളാണ് ലാലും ഭാഗ്യലക്ഷ്മിയും അങ്ങനെ കുറച്ചധികം ആളുകളും. എന്തായാലും ഞങ്ങൾ ഉൾപ്പെടുന്ന ജനങ്ങളെല്ലാം ഈ പറയുന്ന അതിജീവിതയ്ക്ക് ഒപ്പം തന്നെയാണ്. ചില കൊട്ടേഷൻ ആരാണ് കൊടുത്തത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത് നമ്മുടെ ഒരു കേരള പോലീസിന് തന്നെ ഒരു നാണക്കേട് ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരനാണ് എന്ന് ഇത്രയും നാളും ആവർത്തിച്ച് പറഞ്ഞിട്ടും ആ ഒരു രീതിയിൽ ഈ കേസൊക്കെ മുന്നോട്ട് പോയിട്ടും കോടതിയിൽ വന്നപ്പോഴത്തേക്ക് ഇയാളല്ല അല്ലെങ്കിൽ ഇയാളാണ് എന്നതിന് തെളിവുകളില്ല എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വെറുതെ വിട്ടു. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പുള്ളിക്കാരനെ തന്നെ ശിക്ഷിച്ച് അവിടെ ജയിലിലുള്ള കാലം മുഴുവനും ഇട്ടിരിക്കണം എന്നൊന്നുമില്ല. നമുക്ക് തെറ്റ് ചെയ്ത ആരാണെങ്കിലും അവർ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. ശരിക്കും എല്ലാവരും ഈ പറയുന്ന പേട്ടൻ ഫാൻസിന് കുരുപൊട്ടേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും പേട്ടന് നേരെ മുഖം തിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പേട്ടൻ അല്ലെങ്കിൽ മറ്റാര് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ലാത്തതിൻ്റെ പേരിൽ തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്ത വിഷമം തോന്നി. ശരിക്കും വല്ലാത്ത ജാതി മനുഷ്യർ തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നവരെ എന്താ പറയേണ്ടത്? കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്, ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ സത്യത്തിനും നീതിക്കൊന്നും ഒരു വിലയില്ല. ആരുടെ കയ്യിലാണോ പണം അതിനാണ് വിലയുള്ളത്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നുള്ളൊരു കാര്യം എടുത്തെടുത്ത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഒരു സെലിബ്രിറ്റിക്ക്, അതായത് ഒരുപാട് ആളുകളുടെ ജനലക്ഷങ്ങളുടെ പിന്തുണയുള്ള ഒരാൾക്ക് ഈ ഒരു കേസിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഓർക്കേണ്ടത് ഒരു കാര്യമെന്ന് വെച്ചാൽ, സാധാരണപ്പെട്ട ഒരു പെൺകുട്ടിക്കാണ് ഇങ്ങനെ ഒരു വിധി വരികയാണെങ്കിൽ എന്താണ് അവർക്ക് കിട്ടുന്ന നീതി? ഈ ഒരു കുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാതിരിക്കുകയല്ലേ ഭേദം. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.